ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നു. ശരിക്കും ലോക രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഡ്ഢിയെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നും ചിന്തിക്കാതെ, അപ്പുറവും ഇപ്പുറവും ഇല്ലാതെ ചിന്തിക്കാതെ നടത്തുന്ന പല പ്രഖ്യാപനങ്ങൾ. പക്ഷെ പലതിലും അദ്ദേഹം വളരെ തന്ത്രപരമായ രീതിയിലാണ് ഇടപെടുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത് നോക്കുക, റഷ്യയുമായിട്ട് അദ്ദേഹം ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിന് വലിയൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. റഷ്യയായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കാൻ അദ്ദേഹം എടുത്ത മാർഗം ഒരു സിനിമയെ വെല്ലുന്ന അഭിനയമാണ് അവിടെ ഉണ്ടായത്. അതായത് റഷ്യയായിട്ട് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന, റഷ്യയും ഉക്രൈനുമായിട്ട് നടത്തുന്ന യുദ്ധം ഒരുപക്ഷെ രണ്ട് കക്ഷികളും അതിനകത്ത് മടുത്തിരിക്കുകയാണ്. ഉക്രൈന് സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾനാശങ്ങളും പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ യുദ്ധരംഗത്ത് നിൽക്കുക എന്നതിന്റെ പേരിൽ റഷ്യക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉക്രൈനെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഈ ട്രംപ് കയറിയപ്പോൾ അത് റഷ്യക്ക് അനുകൂലമാണ് എന്ന് വരുത്തുന്ന രീതിയിലുള്ള ഒരു നാടകം അവിടെ അരങ്ങേറുകയുണ്ടായി. ഉക്രൈനിലെ പ്രസിഡന്റുമായിട്ട് സെലൻസ്കിയുമായിട്ടുള്ള ഒരു വാഗ്വാദം, അതുപോലെ തന്നെ ഇതെല്ലാം പരസ്യമായിട്ട് അവർ നടത്തിയ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു നാടകം അവിടെ അരങ്ങേറിയതിനു ശേഷം റഷ്യയുമായിട്ട് ചർച്ച ചെയ്യുകയും അവരുടെ അക്രമങ്ങൾ, ഉക്രൈന് നേരെയുള്ള അക്രമങ്ങളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കണം, ട്രംപിന് മുമ്പായിട്ട് ഇറാൻ ഫലസ്തീനികളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഇറാന് റഷ്യ സഹായിക്കുന്നു എന്നുള്ള ഒരു ക്രമമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഈ ഒരു ക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഇവരെ സഹായിക്കുന്ന ഒരാള്, ഏറ്റവും വലിയൊരു ശക്തി എന്നുള്ള രീതിയിൽ റഷ്യ, ആ റഷ്യയുടെ സഹായം ഇറാനും അതുപോലെ തന്നെ ഫലസ്തീൻ അടക്കമുള്ള നാടുകൾക്കും ഇല്ലാതെ വരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. ശരിക്കും വളരെ യുക്തിപരമായ ഒരു കാര്യം. അദ്ദേഹം പൊട്ടനാണ്, അദ്ദേഹം വിഡ്ഢിയാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ചെയ്യുന്നത് വളരെ യുക്തപരമായ ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്തത്. എന്നിട്ട് സ്വാഭാവികമായിട്ടും റഷ്യയുടെ സഹായത്തെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്, റഷ്യയെ അനുകൂലമാക്കി ഒരു നിർത്തിയിട്ട്, ഇറാനെ ഭയപ്പെടുത്തി നിർത്തിയിട്ട്, അതുപോലെ തന്നെ യമന് നേരെ സ്വാഭാവികമായിട്ടും ഫലസ്തീനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന യമൻ, ഈ യമനെ അതിശക്തമായ രീതിയിൽ ആക്രമിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ യമനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അതിനേക്കാളും വലിയ വീര്യത്തോടുകൂടി തന്നെയാണ് അവർ തിരിച്ചു വരുന്നത്. ചെറിയൊരു നാടിനെ, അതും ജനസാന്ദ്രമായ ഒരു പ്രദേശത്തെ, നിരായുധനായ ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തെ ചുറ്റുഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയിട്ട് ആ നാടിനെ മുഴുവനും ബോംബിട്ട് നശിപ്പിച്ച് അങ്ങനെ ഇവരുടെ കയ്യിലേക്ക് ആ നാടിനെ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നാടകങ്ങളും അതിൻ്റെ ഇടയിലുള്ള ചർച്ചകളെല്ലാം. ഇവിടെ നാം മനസ്സിലാക്കണം, എന്നാലും വിശ്വാസത്തിൽ, അചഞ്ചലമായ വിശ്വാസത്തിൽ, ധീരമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന യമനികളും അതുപോലെ തന്നെ ഫലസ്തീനിന്റെ ആളുകൾ, ഇവരൊന്നും ഒരിക്കലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറായിട്ടില്ല. അവരവരുടെ നാട്ടിൽ ജീവിക്കണം. അവരുടെ സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ പടപൊരുതുന്നവരാണ്. സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പടപൊരുതുന്നവരാണ്. അവരുടെ മരണം പോലും അവർ ആഘോഷിക്കുന്നവരാണ്. മരണം പോലും ഒരു നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെ ധീരോദത്തമായി നിൽക്കുന്ന ചങ്കുറപ്പുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിരായുധനാണെങ്കിൽ പോലും ശക്തമായ ആ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയൊക്കെ പതറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളെ കൊന്നൊടുക്കുന്നു. ജനസാന്ദ്രമായ ഒരു പ്രദേശത്ത് ആകാശത്തിലൂടെ വന്നുകൊണ്ട് ബോംബിട്ട് അതിൽ കുറെ കുഞ്ഞുങ്ങളും സ്ത്രീകളെല്ലാം മരിച്ചു വീഴുന്നു എന്നതിനപ്പുറമായിട്ട് ഒരു നാടിനെ, അല്ലെങ്കിൽ ഇത്രയും വലിയ ആയുധ സമ്പത്തെല്ലാം ഉണ്ടായിട്ടും അവരുടെ ആ നാടിനെ കീഴടക്കാൻ വർഷമായിട്ട് പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, എന്താണ് ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെയും ചരിത്രം. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. യഥാർത്ഥത്തിൽ 1948 പലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷേ ആ രാജ്യത്തെ അനുഭവിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. പലസ്തീൻ പ്രദേശം, ഇപ്പോഴത്തെ ഇസ്രായേൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശമാകെ അറബ് വംശജർ താമസിച്ചു വന്ന പ്രദേശമാണെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ പല മേഖലയിൽ നിന്നും, പ്രധാനമായിട്ടും
ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ജൂതന്മാർ അനുഭവിച്ച വലിയൊരു പ്രയാസമുണ്ട്. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചിതറി ഓടേണ്ടതായിട്ട് വന്നു ഹിറ്റ്ലറുടെ ആക്രമണം സഹിക്കവയ്യാഞ്ഞ്. അങ്ങനെ വന്ന ജൂതന്മാരിൽ ചിലർ പലസ്തീൻ പ്രദേശത്ത് വന്നപ്പോൾ അറബ് വംശജരായിട്ടുള്ള ആ നാട്ടുകാർ അവർക്കവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. നാനാഭാഗത്തു നിന്നും ജൂതന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ പരസ്പരം യോജിപ്പോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശം ഇസ്രയേൽ എന്നുള്ള പേരിൽ ജൂതന്മാരുടെ ജൂതവിഭാഗത്തിനും മറുഭാഗം അവിടുത്തെ സാധാരണ അവിടെ പണ്ടേ താമസിച്ചു വന്നിരുന്ന അറബ് വംശജർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത ഇടമാണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രദേശത്തും അറബികൾക്കും ജൂതന്മാർക്കും താമസിക്കാം. പക്ഷേ പലസ്തീൻ എസ്പെഷ്യലി ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചെങ്കിലും ഇസ്രയേലിനെ അമേരിക്കൻ സാമ്രാജ്യത്വമൊക്കെ അംഗീകരിച്ചു. പക്ഷേ പലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം തയ്യാറായില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം ഐക്യരാഷ്ട്രസഭയെ കൂടി നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഡോമിനേഷൻ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഒരു കാലത്തും ഈ പലസ്തീൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് അവരുടെ രാജ്യത്തെ പൗരന്മാരായി അവർക്ക് അവരുടെ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. ഇസ്രയേൽ അവരുടെ പ്രദേശത്ത് ഗാസ ചിന്തയിലേക്ക്, അതുപോലെ തന്നെ ഗൊലാൻ കുന്നുകളിലേക്ക്, വെസ്റ്റ് ബാങ്ക് പ്രദേശത്തേക്കൊക്കെ പലസ്തീൻ്റെ കടന്നാക്രമണം ഉണ്ടാവുകയും അവിടെ നിന്ന് യഥാർത്ഥ പലസ്തീൻ പൗരന്മാരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ വളരെ രൂക്ഷമായിരിക്കുന്നു. ഇസ്രയേൽ ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അത് ആ രീതിയിൽ കാണാൻ അമേരിക്കൻ ഭരണാധികാരികൾ തയ്യാറായില്ല. അവരാണ് ഇസ്രയേലിൻ്റെ ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് പലസ്തീനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശവും ഗാസ പ്രദേശവും ഒക്കെ ഏറ്റെടുത്തിട്ട് അവരുടെ ടൂറിസം കേന്ദ്രമായി മാറ്റുന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ജനാധിപത്യ മര്യാദയും ഇല്ലാതെ ഒരു രാജ്യത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റമാണത്. ഗസയിൽ നമ്മൾ കണ്ടു, ചെറിയ കുഞ്ഞുങ്ങളടക്കം ബോംബ് വർഷത്തിൽ എത്ര സങ്കടകരമായിട്ടാണ് കൊല്ലപ്പെടുക മാത്രമല്ല, മേലാസകലം പൊള്ളി വേദന തിന്ന് ജീവിക്കുന്ന കുരുന്നുകളെ കാണുമ്പോൾ നമുക്ക് മനസാക്ഷി വല്ലാതെ പടഞ്ഞു പോവുകയാണ്. അത് ലോകത്തിലെല്ലാ മനുഷ്യരും അത് കാണേണ്ടതായിട്ടില്ലേ? അതുകൊണ്ട് ഈ പലസ്തീൻ പ്രദേശം അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇതിൽ ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാദേശികവാദമോ ഒന്നുമല്ല. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? നാം താമസിക്കുന്ന പ്രദേശത്ത് നമുക്ക് അംഗീകാരം കിട്ടാതിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അത് വളരെ കണ്ണില്ലാത്ത മനുഷ്യത്വഹീനമായിട്ടുള്ള ക്രൂരതയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇനി അവിടെ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടോ ജീവിച്ച് എന്നുള്ളത് തന്നെ പറയാൻ കഴിയാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ ഓടിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരുതരം അരാജകത്വം അല്ലെങ്കിൽ ഒരു വളരെ ബാർബേറിയൻ ആയിട്ടുള്ള ഒരു സമീപനമാണ്, പൈശാചികമായിട്ടുള്ള സമീപനമാണ് ഇസ്രയേൽ ഭരണാധികാരികൾ കാണിക്കുന്നത്. അതിനെല്ലാ പിന്തുണയും ഒരു മടിയുമില്ലാതെ, വലിയ ജനാധിപത്യമാണ് അമേരിക്കയിലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ജനാധിപത്യവുമല്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അമേരിക്കയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത്. കർശനമായിട്ട് അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം യഥാർത്ഥത്തിൽ ഫലസ്തീൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജൂതന്മാർക്ക് അതിന്റെ നാട്ടിൽ ആ പ്രദേശത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കുകയാണ് ചെയ്തത്. അവസാനം അവരെന്ത് ചെയ്തു? അവരെ സഹായിച്ചവരെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത്രയും അനീതിയുള്ള ഒരു സമൂഹം. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അറിയാലോ. ഇസ്രായേലികളായ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയപ്പോഴും അപ്പോഴും അവർ അനീതി, അവരുടേതായ ആ നന്ദികേട് അവിടെ കാണിച്ച സംഭവം ഖുർആനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ലോകത്ത് നന്ദികേട് കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹമാണ് ഈ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, നമ്മുടെ ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മുടെ കൈകൾ ഉയർത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. അവർ സമാധാനത്തിന് വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നവരാണ്. ആ ഫലസ്തീനുകളുടെ കൂടെ നാം നിലകൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ കുഞ്ഞുമക്കൾക്കും അവിടെ മരണപ്പെട്ടു പോകുന്ന സ്ത്രീകളടക്കമുള്ള നിരപരാധികളായ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവരെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ആ രാജ്യത്തിന് കരുത്തും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.